ഒരു നിസ്സാരക്കാരല്ല. പക്ഷെ പോകേണ്ടത് കോലത്തിൽ പോകണം. അവരെ സ്ത്രീകൾ ഇടകലരുന്നുണ്ടല്ലോ ഉസ്താദെ, അതിനോട് പറയണ്ട. നമ്മൾ പലവട്ടവും പറഞ്ഞിട്ടുള്ളതാണ്. ഇടകലരാൻ പാടില്ല, മാന്യമായ രീതിയിൽ പോകണം, മാന്യമായ വസ്ത്രം ധരിച്ചു പോകണം. സ്ത്രീകൾ പോയി നിൽക്കേണ്ട രീതിയുണ്ട്. അവർ ശരീരം മുഴുവനും മറക്കണം, ശരീരത്തിന്റെ നഗ്നതകൾ മുഴുവൻ മറച്ചിട്ട് വേണം പോകാൻ. ഇതൊക്കെ ഇസ്ലാമികമായ മാനമാണ്. അതങ്ങനെ തന്നെ ശ്രദ്ധിച്ചു. അത് ശ്രദ്ധിച്ചോ. പുരുഷന്മാരുമായിട്ട് ഇടകലരാൻ പാടില്ല. അതൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയം, നിസ്സാര വിഷയമല്ല. കാരണം എന്തുകൊണ്ട് ആ ഇടകലർച്ച കൊണ്ട് ഷെയ്ഖുകളുടെ മുന്നിലൊക്കെ വന്നിട്ട് ചില ആളുകൾ എന്നിട്ട് സെൽഫി, പള്ളി ഉൾപ്പെടെ സെൽഫി എടുത്ത് കിട്ടിട്ട് പോകുന്നവരുണ്ട്. പെണ്ണുങ്ങൾ ഉൾപ്പെടെ ദാമ്പത്യ വല്ലരിയിലേക്ക് കടന്നു വന്നിട്ട് ആദ്യത്തെ സെൽഫി ഷെയ്ഖുകളുടെ മുന്നിൽ നിന്ന് ആയിക്കോട്ടെ. പരിപാടി അതാ, രണ്ടുപേരും കൂടെ അവിടെ വന്നിട്ട് തിണ്ണെ കയറി എന്നിട്ട് ഉസ്താദിന്റെ റൂം തീർച്ചയായിട്ടും സെൽഫി എടുത്ത് വെക്കുക. ആ പരിപാടിയൊന്നും വേണ്ട. അതൊക്കെ അദബ് കേടാണ്, ഗുരുത്തക്കേടാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവിടെ നമ്മൾ പൊതുവായിട്ടുള്ള ഒരു കാഴ്ചവസ്തുവായിട്ട് നിൽക്കാൻ പാടില്ല. അതോടുകൂടിയും ഗുരുത്വത്തോടുകൂടി ചെയ്താൽ ഇതിനൊക്കെ വബീദയാണ്. നമ്മളിപ്പോ ഈ വാതിന്റെ സദസ്സിലേക്ക് വന്നു. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അന്യ സ്ത്രീകളുമായിട്ട് ഇടകലരാനാണ് നിന്റെ മനസ്സിന്റെ ഭാവമെങ്കിൽ നിയ്യത്ത് തെറ്റിപ്പോയി. അവിടെ പോയ 10 പെണ്ണുങ്ങളെ കാണാം, റാഹത്താണ്, വെളിയിൽ നിന്നാ മതി, മാല മറക്കപ്പുറത്ത് നിന്നാ മതി എന്നുള്ള ലക്ഷ്യമാണ് നിന്റെ മനസ്സിലേക്ക്. നിയ്യത്ത് തെറ്റി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നല്ല നിയ്യത്തിലാണ് പോകുന്നത് നിന്റെ അമല് എങ്കിൽ ഇൻഷാ അല്ലാഹു കബൂലാക്കും. നിസ്സാര കാര്യമല്ല ഇത്. ചെയ്താൽ വർണ്ണമായ പ്രതിഫലം, ചെയ്യേണ്ടതുപോലെ ചെയ്താൽ. നല്ല വസ്ത്രം ധരിച്ച് അത്തറൊക്കെ തേച്ച് കുളിച്ച് വൃത്തിയായി ശുദ്ധിയുള്ള സമയത്ത് സ്ത്രീകൾ റാഹത്തായ നിലയിലാണ് പോകുന്നത്. അന്യപുരുഷന്മാരൊന്നും ഇടകലരാതെയാണ് പോകുന്നത്. അത് തന്നെ മുസ്ലിം സ്ത്രീകൾ ഒന്നിലധികം ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവോ അല്ലെങ്കിൽ അതുപോലെ മഹറമായ ആളുകളോ ഉണ്ടെങ്കിൽ മാത്രമേ എവിടെയും യാത്ര അനുവദിക്കുന്നുള്ളൂ. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലക്ഷ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരട്ടെ. 4ാമത്തെ ഘട്ടത്തെ പറ്റി റസൂലുള്ളാഹി പറയുകയാണ്, ആലമുൽ ഹശ്റാണ്. ഞാൻ വേഗം നിർത്താം ഇൻഷാ അല്ലാഹ്. എനിക്കൊരു പ്രശ്നമുണ്ട്, വാദ് പറയാൻ തുടങ്ങിയാൽ പിന്നെ 4-5 മണിക്കൂറൊക്കെ അങ്ങ് പറയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് വലിയൊരു വിഷയമാണ്. എപ്പോഴും ചിന്തിക്കും കയറുമ്പോൾ അരമണിക്കൂർ പറഞ്ഞിട്ട് നിർത്തണോന്ന്. താച്ചേമുക്കിൽ കണ്ടില്ലേ, വാദ് പറഞ്ഞിട്ട് അവസാനം കഴിഞ്ഞപ്പോൾ 2:30. ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും സുബൈ ബാങ്ക് വിളിച്ചു. നിങ്ങൾ പിന്നെ സുബൈ നിസ്കരിച്ചോന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കും. റൂപ്പിട്ടൊരു ഉറങ്ങി കാണും. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നമുക്കൊരു 50 ആടിനെ കിട്ടണം. ആടിനെ കിട്ടിയിട്ട് ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി വാദ് പറയാൻ പാടും. ഒരു 50 ആട് പറഞ്ഞ് വേഗം അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അടുത്ത വർഷത്തേക്ക് ഒന്ന് വേഗം ഒന്ന് തുടങ്ങി വെച്ചാൽ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാം മുതൽ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ളതായ സർവ്വ മനുഷ്യരുടെയും ആത്മാക്കളെ അള്ളാഹു അവന്റെ തിരുഹളറത്തിൽ ഒരുമിച്ച് കൂട്ടിയത്രേ. ആ ആത്മാക്കളോടായി അള്ളാഹു ചോദിക്കുകയാണ്, ആ ആത്മാക്കളോട് ചില കരാറുകൾ ചെയ്യുകയാണ്. അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ, ഞാൻ നിങ്ങളുടെ പരിപാലകനല്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാക്കളോട് ചോദിക്കുകയാണ്. ഖാലൂ ബലാ അൻത റബ്ബുനാ വൈലാഹുനാ. എല്ലാ ആത്മാക്കളും ഒന്നടങ്കം അള്ളാഹുവിനോട് പറയുകയാണ്, ശരിയാണ് അല്ലാഹ്, നീയാണ് ഞങ്ങളുടെ പരിപാലകൻ, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ അല്ലാഹ്, നീയാണ് ഞങ്ങളുടെ സർവാധിപതി റബ്ബേ, നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചവൻ അല്ലാഹ്, നീയാണ് ഞങ്ങളെ പരിപാലിക്കുന്നത് അല്ലാഹ്. അൻത റബ്ബുനാ വ ഇലാഹുനാ, നീയാണ് ഞങ്ങളുടെ പരിപാലകൻ, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ എന്ന് എല്ലാവരും സമ്മതിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഇല്ല, ബോഡിയില്ല, നമ്മുടെയൊക്കെ എന്ത് മാത്രമേ ഉള്ളൂ? റൂഹ്, ആത്മാവ് മാത്രം. നല്ല ചിന്ത കൊടുക്കും, ഇവിടെ തന്നെ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ലോകം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇരിക്കുന്ന എല്ലാവരുടെയും, ഇനി വരാനിരിക്കുന്നവരുടെയും, ഈ സദസ്സിൽ വരാത്തവരുടെയും, വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും എല്ലാവരുടെയും ആത്മാവടെയുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരുണ്ട്. അവരുടെയൊക്കെ സമുദായക്കാരുമുണ്ട്. എല്ലാവരുടെയും ആത്മാവിനെയാണ്, ആത്മാക്കളുടെ ലോകമെന്നാണ് അതിനറിയപ്പെടുന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.
അവിടെ എത്ര നാൾ ജീവിച്ചു? ഈ കരാറെടുത്തിട്ട് പറഞ്ഞു വിടല്ല, അവിടെ 1000 കൊല്ലക്കണക്കിന് വർഷം നമ്മൾ ജീവിച്ചു പോയിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ ആത്മാവ് ജീവിച്ചു. നമ്മൾ പറയാറുണ്ടല്ലോ, എനിക്ക് മുമ്പൊരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇത് 2ാം ഘട്ട ജീവിതമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇപ്പോൾ നമ്മൾ ഈ വസിക്കുന്ന ഈ ലോകം ഇത് 2ാമത്തെ ഘട്ടമാണ്. മൊത്തം എത്ര ഘട്ടങ്ങളാണ്? 5 ഘട്ടങ്ങളാണ്. അതിലൊരു ഘട്ടമാണ് ഇപ്പോൾ പറഞ്ഞത്, ആലമുൽ അർവാഹ്. അതിലാണ് ഖുർആൻ ഓതിയത്. ഹദീസ് ഉണ്ട്, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. قال رسول الله صلى الله عليه وسلم الأرواح جنود مجندة فما تعارف منها ائتلفا وما تناكر منها يختلفا. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആത്മാക്കൾ വ്യത്യസ്ത കോലമാണ്, രൂപമാണ്. ആത്മാക്കൾ വിഭിന്നമാണ്. ഫമാ തആറഫ മിൻഹാ ഇഖ്തലഫാ. ആത്മാക്കളുടെ ലോകമാകുന്ന 1ാം ഘട്ട ജീവിതത്തിൽ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടിയ ആത്മാക്കളുണ്ടോ? ഇഖ്തലഫാ. ആ ആത്മാക്കൾ ഈ ദുനിയാവിൽ ഭൗതികമായ ശരീരത്തോടുകൂടി പരസ്പരം കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വമാ തനാകറ മിൻഹാ യഖ്തലഫാ. ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടാത്തവർ, അവിടെ വെച്ചുകൊണ്ട് പരസ്പരം സംവദിക്കാത്തവർ ഈ ദുനിയാവാകുന്ന 2ാം ഘട്ട ജീവിതത്തിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടെ വെച്ച് കണ്ടവരെ ഈ ദുനിയാവിൽ ശരീരത്തോടു കൂടി കാണൂ. 1ാം ഘട്ട ജീവിതത്വമാകുന്ന ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് കാണാത്തവർക്ക് ഈ ദുനിയാവിൽ ഒരിക്കലും കാണാൻ പറ്റൂല. മഷിയിട്ട് നോക്കിയാലും കാണൂല. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചേ പറ്റൂ, അവിശ്വസിക്കാൻ പാടില്ല. കാരണം മുഅ്മിൻ മുത്തഖി എന്ന് പറഞ്ഞാൽ തന്നെ അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനാണല്ലോ, അവനെ മുത്തഖി എന്ന് പറയുള്ളൂ. അങ്ങനെയാണ് സൂറത്തുൽ ബഖറ അല്ലാഹു നമ്മെ പരിചയപ്പെടുത്തിയത്, അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. അലിഫ് ലാം മീം. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. الذين يؤمنون بالغيب. അദൃശ്യ ലോകത്തെ കൊണ്ട് വിശ്വസിക്കുന്നവൻ അവനാണ് മുത്തഖി. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ നമ്മളിൽ തഖ്വയുണ്ടാകണമെങ്കിൽ നമ്മൾ ഇത് വിശ്വസിച്ചേ പറ്റൂ. ഇങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നു, ആത്മാക്കളുടെ ലോകമുണ്ടായിരുന്നു. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം നീ ജനിച്ചിട്ട് കേൾക്കുന്നത്, എന്നാലും വിശ്വസിച്ചേ പറ്റൂ. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നീ പഠിക്കാത്തതിന് പടച്ചോൻ കുറ്റക്കാരനല്ല, നീ ഇന്ന് ആദ്യമായിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. അത് ഇത്രയും കാലം ഞാൻ വാഴ്ന്നു കേട്ടിട്ട്, ഒരുപാട് പ്രഭാഷണം കേട്ടിട്ട്, ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു ലോകത്തെ പറ്റി. എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത് പടച്ചവനോട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ പഠിക്കുക, ഇന്ന് പഠിക്കുകയാണ് ഇപ്പോൾ. ഇങ്ങനെ ഒരു ലോകം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെ വെച്ച് നമ്മൾ അള്ളാഹുവിനോട് എന്താ പറഞ്ഞത്? അള്ളാഹുവേ, നീയാണ് റബ്ബ്, നീയാണ് പരിപാലകൻ എന്ന് അംഗീകരിച്ചിട്ടാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഹാബാ
എന്റെ ഉമ്മത്തിന്റെ ആയസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ ആയസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. അഥവാ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ സമുദായമുണ്ട്, അവർക്ക് ആയുസ് കൂടുതലാണ്, അവർക്ക് ആവേശികമായ കൂടുതലാണ്. എന്റെ ഉമ്മത്തിന്റെ ആയുസ് ഇത്രയേ ഉള്ളൂ. റസൂലുള്ളാഹിന്റെ ഉമ്മത്തല്ലേ നമ്മള്. അല്ലാഹു നമ്മളെ നിലനിർത്തി തരട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഉമ്മത്താക്കിയ അല്ലാഹുവേ, നിനക്കാണ് അഖില സ്തുതിയും അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്. ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ട വ്യക്തി അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ നമ്മൾ ഉൾപ്പെട്ട അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മൾ പറയും നമ്മളൊരു പ്രവാചകനായില്ലല്ലോ, സഹാബിയായില്ലോ, ഒന്നും വേണ്ട, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ പെട്ടാൽ മതി, അത് തന്നെ ഏറ്റവും വലുത്. രക്ഷപ്പെട്ടു നമ്മൾ. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. കുറഞ്ഞ ആയുസ്സേ നമുക്കുള്ളൂ, കുറഞ്ഞ കാലഘട്ട ജീവിതം നമുക്കുള്ളൂ. അതിന് നമ്മൾ നല്ലതുപോലെ അമൽ ചെയ്യണം, നല്ലതുപോലെ അമൽ ചെയ്യണം, നല്ല രക്ഷപ്പെടുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവാകുന്ന രണ്ടാമത്തെ ഘട്ട ജീവിതത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബ, അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ. ഈ ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. ഈ ദുനിയാവിൽ അമൽ ചെയ്യണേ, അമൽ ചെയ്യണേ. ഇവിടെ പണിയെടുക്കണം, ഇവിടെ വെറുതെ നിന്നാ പോരാ, ഇവിടെ നല്ല അമൽ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതാ അമല്? നിസ്കാരം അമലാൻ, നോമ്പ് അമലാൻ, സക്കാത്ത് കൊടുത്തുവിട്ടൽ അമലാൻ, ഹജ്ജും ഉംറയും അമലാൻ. എന്ത് സ്വതക്ക നൽകുന്നു അതൊക്കെ തന്നെതാകുന്ന അമലാണ്. പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നത്, നിരാലംബര കവലമമാകുന്നത്, വിധവകൾ കത്താണിയായി വരയ്ക്കുന്നത്, സാമ്പത്തികമായ സഹായം, ധനസഹായം, നാട്ടിലുള്ള പട്ടിണി പാവങ്ങൾക്ക് കൊടുക്കുന്നത്, സ്ത്രീധനം എന്ന മഹാവിപത്തിന്റെ പേരിൽ കണ്ണീര് കുടിക്കുന്ന ജനതയ്ക്ക് മാന്യമായ രീതിയിൽ സംഭാവന നൽകി അവരെ ഹൈറായ ഇണയെ കണ്ടെത്തിക്കൊണ്ട് നീ കെട്ടിച്ചയക്കുന്നത് ഒക്കെ എല്ലാം നന്മയാണ്. ഇങ്ങനെ ഈ ദുനിയാവിൽ നന്മയുടെ കൃഷിയിടമായി മാറണം, നന്മ ധാരാളം ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എങ്കിലേ നീ രക്ഷപ്പെടുള്ളൂ, എങ്കിലേ രക്ഷപ്പെടുള്ളൂ. ആഖിറത്തിലുള്ള കൃഷിയിടമാണ് ദുനിയാവെന്ന സയ്യിദുനാ റസൂലുള്ളാഹി. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇനി ഇവിടുന്ന് ഒരു മൂന്നാമത്തെ ഘട്ടമുണ്ട്. മൂന്നാമത്തെ ഘട്ടം ഏതാണ്? ഖബറാണ്, ആലമുൽ ബർസഖ് ആണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഖബർ എന്ന് പറയുന്ന ലോകമാണ്. ഖബറിനെ കുറിച്ച് ഞാൻ പറയണ്ട, ഒരുപാട് പറഞ്ഞത് നിങ്ങൾ കേട്ടതാണ്, ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഞാൻ താച്ചമൂക്കിലൊക്കെ വായത് പറഞ്ഞതാണ്, ഖബറിന്റെ അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇതിലേക്ക് കൂടുതലായി പോകുന്നില്ല. ഖബർ ഭയങ്കര പേടിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. റസൂലുള്ളാഹി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖബർ ഒരു ലോകം തന്നെയാണ്, മരണം ഒരു ലോകമല്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ വേഗം കൊണ്ടുപോയി എങ്ങോട്ടാ വെക്കുക? ഖബറിലേക്കുള്ളൂ. എല്ലാരും പറയും എനിക്കൊന്നും ഇല്ലേ, എന്നെ വിട്ടേച്ച് പോയെന്നൊക്കെ പറയും അല്ലേ. ഞാനെങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് കുഴിമന്തി വാങ്ങിച്ചു തരുന്ന ആരാണ്? ദാസായി എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? എന്റെ ഈ പെരുവയറ് നിറച്ചു തരുന്നത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഞാനിനി അങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കുന്നത് അത് കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് കുഴിമന്തി കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ എഴുന്നേറ്റിരുന്ന് അടിക്കും. അതുവരെയുള്ള ഒരു കരച്ചിലേ ഉള്ളൂ, കുറച്ചു നേരത്തേക്കുള്ളൂ വിങ്ങല്. എന്നാ നിങ്ങൾ കരയാണ്, ശരി, എന്നാ ഇയാളെ ഇവിടെ തന്നെ വെച്ചേക്കാം, അടക്കുന്നില്ല എന്ന് പറഞ്ഞാലോ പൊന്നോ അപ്പൊ കൊണ്ട് അടക്കിയേക്കെന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് വെറുതെ ഒരു പെറുമ്പാക്കാണ്, സത്യത്തിൽ പെറുമ്പാക്കാണ്. അതുകൊണ്ട് ആരും ഇവിടെ പുറത്തു വെക്കൂല, വേഗം കൊണ്ടുപോയി ഖബറിൽ കൊണ്ടുപോയി വെക്കും. ഏത് വ്യക്തിയാണെങ്കിലും ഖബറാണ് ലോകം, ഖബർ ലോകമാണ്. കാരണം എന്തുകൊണ്ട്? ആദം നബി അലൈഹിസ്സലാം മുതൽ മരണപ്പെട്ടു പോയി ഖബറിൽ കിടക്കുന്ന ആളുകൾ എത്ര വർഷങ്ങളായിട്ട് ഖബറിനടിയിലാണ്, എത്ര വർഷങ്ങളായിട്ട് ഖബറിലാണ്. അവർ നാലാമത്തെ ഘട്ടത്തെ വെയിറ്റ് ചെയ്തുകൊണ്ട് കാത്തിരിക്കുക. സത്യത്തിൽ
കാരണം അവര് വഫാത്തായിട്ട് കൊല്ലങ്ങളായി. നമ്മളും കൂടി ഈ ലോകത്തുനിന്ന് തീരണം, എന്നാലേ ഉള്ളൂ അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രയാണം തുടങ്ങുള്ളൂ. അവര് 4ാമത്തെ ഘട്ടത്തിലേക്ക് പോയിട്ടില്ല. 3ാമത്തെ ഘട്ടം ഇപ്പോഴും ഇങ്ങനെ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് എത്ര വർഷമായി? 1300 ചില്ലറ വർഷമായി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു 400 വർഷമായി റസൂലുള്ളാഹി ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി. 1400 ചില്ലറ വർഷമായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ കിടക്കുക അല്ലേ? അടുത്തൊരു ലോകത്തിന് വേണ്ടി, അടുത്തൊരു ലോകത്തിന്റെ ഘട്ടം തുടങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുക. നമ്മുടെ വാപ്പ ഉമ്മ ഖബറിൽ കിടക്കുക എത്ര വർഷമായിട്ട്. അപ്പൊ ഓരോരുത്തർക്കും ഏറ്റക്കുറച്ചിലുണ്ടാകും, പക്ഷെ അതൊരു ലോകം തന്നെയാണ്. ഈ ദുനിയാവിലേക്ക് നോക്കുമ്പോൾ ദുനിയാവിനേക്കാൾ വലിയൊരു ലോകം തന്നെയാണ് ഖബർ. ഒറ്റയ്ക്ക് കഴിയേണ്ടതാണ് ഖബർ എന്ന് പറയുന്നത്. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ദുനിയാവിൽ നമ്മുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. അതിനു വേണ്ടി നിന്നെ കൂടെ കൂട്ടാൻ വേണ്ടി നിന്റെ കൂട്ടുകാരുണ്ട്, സഹോദരിമാരുണ്ട്. അതുപോലെ അല്ല ഖബർ എന്ന് പറഞ്ഞാൽ ഏകാന്ത ജീവിതമാണ്. قال رسول الله صلى الله عليه وسلم نبينا رسول الله صلى الله عليه وسلم തങ്ങളോടപ്പെടുത്തുകയാണ് ما رأيت منظرا قط إلا والقبر أفظع منه. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടപ്പെടുത്തുകയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ സ്ഥലം സ്വഹാബ ഇല്ലാ വൽ ഖബറു അഫളഅ മിൻഹു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത്? ഖബറാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. ആരാ പറയുന്നത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ നബിയാ പറയുന്നത്. അതാ മനസ്സിലാക്കേണ്ടത്. ആരാണ് റസൂൽ, ആരാണ് ഹബീബ്? ഇസ്റാ മിഅ്റാജ് രാവിൽ റജബ് 27 അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വർഗ്ഗം കാണിച്ചു കൊടുക്കുകയാണ്, നരകവും കാണിച്ചു കൊടുക്കുകയാണ്. ആ നരകത്തിന്റെ ശിക്ഷകളെ പറ്റി വ്യക്തമായി ധാരണയുള്ള, വ്യക്തമായി തിരിച്ചറിവുള്ള പ്രവാചകൻ പറയുകയാണ്. നരകത്തിന്റെ യാതനകളും നൊമ്പരങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ പ്രവാചകൻ പറയുകയാണ് ما رأيت منظرا قط إلا والقبر أفظع منه. صحابة ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഖബറാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയുകയാണ്, ഖബർ എന്ന് കേൾക്കുമ്പോൾ വിലപിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് കൂട്ടുകാരൻ ചോദിക്കുകയാണ് മാ യുബ്കീക യാ ഉസ്മാൻ, ഉസ്മാനേ ഖബർ എന്ന് കേൾക്കുമ്പോൾ കരയുന്നത് എന്താണ്? ഖബർ കാണുമ്പോൾ വാവിടുന്നത് എന്താണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ് ലൗ കുന്തു ഫിൽ മഹ്ശർ കുന്തു മഅന്നാസ്. എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് വേണ്ടി മഹ്ശറയിൽ കൊണ്ടുപോയി നിർത്തിയാൽ കുന്തു മഅന്നാസ്, മഹ്ശറയിൽ ഞാൻ ഒറ്റക്കല്ല, അവിടെ കൂടെ എന്റെ കൂടെ ആളുകളുണ്ട്. ഈ ദുനിയാവിൽ നമസ്കരിച്ചതായ ആളുകളുണ്ട്, ഈ ദുനിയാവിൽ നോമ്പ് പിടിച്ച ആളുകളുണ്ട്, ഈ ദുനിയാവിൽ സക്കാത്ത് കൊടുത്ത ആളുകളുണ്ട്, ഈ ദുനിയാവിൽ ഹജ്ജ് ചെയ്ത ആളുകളുണ്ട്, ഈ ദുനിയാവിൽ ഉംറ നിർവഹിച്ച ആളുകളുണ്ട്, ഈ ദുനിയാവിൽ പാവങ്ങളുടെ കണ്ണീരപ്പിയവരുണ്ട്, ഈ ദുനിയാവിൽ നിരാരംഭര കവൽമമായവരുണ്ട്, ഈ ദുനിയാവിൽ വിധവകളെ സഹായിച്ചവരുണ്ട്, ഈ ദുനിയാവിൽ സ്ത്രീധനം എന്ന വിപത്തിന്റെ പേരിൽ കണ്ണീര് കുടിക്കുന്ന സഹോദരിമാർക്ക് താങ്ങായി തണലായി വർത്തിച്ചതായ ആളുകളുണ്ട്. ഈ ദുനിയാവിൽ മാതാപിതാക്കൾക്ക് സ്നേഹം പകർന്നു നൽകിയവരുണ്ട്, അവരെ ലാളിച്ചവരുണ്ട്, അവർക്ക് സ്നേഹം കൊടുത്ത മക്കളുണ്ട്, മക്കളെ സ്നേഹിച്ച് പിടിച്ചതായ മാതാപിതാക്കൾ ദുനിയാവിലുണ്ട്. മാതാപിതാക്കളെ സ്നേഹം കൊടുത്തതായ മക്കളുണ്ട്, അവരെ വളർത്തിയവരുണ്ട്, അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതായ മക്കളുണ്ട്, പ്രവാസികളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ ദീനിൽ
ചെയ്തതായ ആളുകളാണ്. അവരെല്ലാവരും വന്നു നിൽക്കുന്ന സ്ഥലമല്ലയോ മഹ്ശറ. കുന്തു മഅന്നാസ്. മഹ്ശറയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ നല്ലവരായ ആളുകളുണ്ട്, എന്റെ കൂടെ ദുഷിച്ചതായ ജനങ്ങളുമുണ്ട്. വൈദാ കുന്തു ഫിന്നാർ. അല്ലാഹുവിന്റെ അലംഘനീയമായ വിധി പ്രകാരം കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് ഈ പാവപ്പെട്ട ഉസ്മാനിനെ കൊണ്ടുപോയി വെച്ചാലും ഈ ഉസ്മാനിനെ പേടിക്കേണ്ടതില്ല. കുന്തു മഅന്നാസ്. അവിടെയും ഞാൻ ജനങ്ങളോടൊപ്പമാണ്, അവിടെയും ഞാൻ ജനങ്ങളോടൊപ്പമാണ്. ഈ ദുനിയാവിൽ കള്ളു കുടിച്ച ആളുകളുണ്ട്, ഈ ദുനിയാവിൽ കഞ്ചാവിന് അടിമപ്പെട്ടു പോയ ചെറുപ്പക്കാരുണ്ട്, ഈ ദുനിയാവിൽ ലഹരിക്ക് അടിമപ്പെട്ടു പോയ സഹോദരിമാരുണ്ട്, ഈ ദുനിയാവിൽ പാവങ്ങളുടെ കണ്ണീരപ്പാത, നിരാലംബര കമലംബമാകാത്ത, നിരാശർക്ക് ആശ്രയത്വം കൊടുക്കാത്ത, സമ്പത്തുമായി അഹങ്കരിച്ചുകൊണ്ട് നടന്നീങ്ങിയതായ ആളുകളില്ലയോ, ആളുകളില്ലയോ? ഈ ദുനിയാവിൽ മാതാപിതാക്കൾക്ക് സ്നേഹം കൊടുക്കാതെ അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ടതായ മക്കളില്ലയോ? മക്കളെ കൊണ്ടുപോയി അമ്മ തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞതായ രക്ഷിതാക്കളില്ലയോ? ഈ ദുനിയാവിൽ മോശമായ രീതിയിൽ തന്റെ കണ്ണുകളെ പാതിരാത്രി സമയത്ത് അശ്ലീലമാക്കപ്പെട്ട സിനിമാ പാട്ടുകളും സിനിമകളും കണ്ടുകൊണ്ട് തീർത്തു നടന്നതായ സഹോദര സഹോദരിമാരില്ലയോ? സ്വന്തം ഭർത്താവ് അറിയാതെ കാമകരമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തിയതായ സഹോദരിമാരില്ലയോ? ഈ ദുനിയാവിൽ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞപ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു സഹോദരിയുമായി ചങ്ങാത്തം മുൽകി അവളുമായി ചാറ്റിംഗ് നടത്തി അവളുടെ ശരീരവുമായി ഇഴുകിച്ചേരാ തയ്യാറെടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരില്ലയോ? നരകത്തിൽ എന്നെ ഇട്ടാലും എന്റെ കൂടെ ദുഷിച്ചതായ ജനങ്ങളുണ്ട്. ഞാൻ നരകത്തിലും ഒറ്റക്കല്ല, മഹ്ശറയിലും ഒറ്റക്കല്ല. വൈലാകിൻ ഇദാ കുന്തു ഫിൽ ഖബരി ലം യകുൻ മഈ അഹദ്. ആരണിമെന്നിന്റെ ഇരുട്ടറയാകുന്ന ഖബറിലേക്ക് ഈ പാവപ്പെട്ട ഉസ്മാനിനെ കൊണ്ടുപോയി വെച്ചാൽ ലം യകുൻ മഈ അഹദ്. ഒരാൾ പോലും എന്റെ കൂടെ തുണയുണ്ടാവൂല. അല്ലാഹുവിന്റെ റസൂലിന്റെ 2 മക്കളെ വിവാഹം ചെയ്ത വ്യക്തിയാണ് ഞാൻ. പക്ഷേ എന്റെ കൂടെ ഖബറിലേക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത അമലല്ലാതെ, ഞാൻ അനുഷ്ഠിച്ചു തീർത്തതാകുന്ന സുഹൃതങ്ങളല്ലാതെ ഖബറിൽ എന്റെ കൂടെ ഒരാൾ പോലും കടന്നു വരൂല. എന്റെ കൂടെ നല്ലവരില്ല, എന്റെ കൂടെ ദുഷിച്ച ജനങ്ങളില്ല. ഖബറിൽ ഞാൻ ഒറ്റക്കാണ്. അതുകൊണ്ടാണ് ഖബർ കേൾക്കുമ്പോ, ഖബർ കാണുമ്പോൾ ഞാൻ വാവിട്ട് കരയുന്നത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഞാൻ കരയാനുള്ള കാരണം അതാണ്. ഖബർ ഒരു നിസ്സാരമല്ല എന്ന് ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തും. ഫഇൻ തൻജു മിൻഹാ തൻജു മിൻ ദി അളീമതി വഇല്ലാ ഫഇന്നി ലാ യഖാലുക നാജിയാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഓരോ വ്യക്തിയുടെ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ഖബറിൽ അടക്കുമ്പോ, അദ്ദേഹത്തെ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോ ഖബറിൽ മൂടുകല്ല് വെച്ചിട്ട് എല്ലാവരും പിരിയുന്നതിന് മുമ്പായി ബഹുമാനപ്പെട്ടവരെ പാടുകയാണ്. ഫഇൻ തൻജു മിൻഹാ തൻജു മിൻ ദി അളീമതി വഇല്ലാ ഫഇന്നി ലാ യഖാലുക നാജിയാ. അല്ലയോ മനുഷ്യ, ഖബറിൽ കിടക്കുന്നതായ സഹോദര, ഏകാന്തരായി കിടക്കുന്ന സഹോദരി, ഈ ഖബറിൽ നിന്ന് നീ രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും രക്ഷയാണ്. വഇല്ലാ ഫഇന്നി ലാ യഖാലുക നാജിയാ. ഈ ഖബർ നിനക്ക് ഇടുക്കമാണോ? ഈ ഖബർ നിനക്ക് ഞെരുക്കമാണോ? ഈ ഖബർ നിനക്ക് അദാബാണോ? ഇതിൽ മുങ്കർ നക്കീറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയാതെ വന്നുപോയോ? റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകളെ രേഖപ്പെടുത്താൻ പറയുമ്പോ ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് തിന്മകളാണ് നീ രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ നിന്നെ കുറിച്ച് രക്ഷപ്പെട്ടവനാണെന്ന് പറയാൻ ഈ ഉസ്മാനിനെ കൊണ്ട് സാധിക്കൂല എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു.
നീ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, ഇതിന്റെ ചോദ്യോത്തരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അല്ലാഹു നീ രക്ഷപ്പെട്ടു. അതല്ല ഈ ഖബർ നിനക്ക് ഇടുക്കമാണോ, ലാ യഖാലുക നാജിയ, നിന്നെ രക്ഷപ്പെട്ടവനാണെന്ന് പറയാൻ ഞാനില്ല എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. കാരണം ഇനി അങ്ങോട്ടുള്ളത് അദാബാണ്, ബുദ്ധിമുട്ടാണ് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ബക്കറ്റില്ലേ, ബക്കറ്റ് ഒന്നും ഉണ്ടെന്നോ. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും നല്ലൊരു സദഖ. ബക്കറ്റുണ്ടോ? നല്ല സ്വതക്ക അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നസീബാക്കുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അല്ലാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കട്ടെ. ഉറക്കാമീൻ പറയും, ഒന്നുകൂടി ഉറക്കാമീൻ. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂലാക്കണേ അല്ലാ. വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലപത്തുകളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ലാ. പാരത്രിക ലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. കണ്ണേറ് വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ട്, അസൂയാലുക്കളുടെ അസൂയ തൊട്ട്, മാരണം ചെയ്യുന്നവരുടെ മാരണത്തെ തൊട്ട് കാക്കണേ അല്ലാ. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അവിടുത്തെ മദദിലാക്കണേ അല്ലാ. അവിടുത്തെ ഹിഫ്ളും ഹിമായത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അവിടുന്ന് പിന്നെ നമ്മൾ പോവാൻ 4ാം ഘട്ട ജീവിതത്തിലേക്ക് പോവാൻ. ഇപ്പൊ മൊത്തം എത്ര ഘട്ടങ്ങൾ പറഞ്ഞു? 3 ഘട്ടങ്ങൾ പറഞ്ഞു. ഒന്ന് ആത്മാക്കളുടെ ലോകം, നല്ലതുപോലെ ഓർമ്മ വെക്കണം. 5 ഘട്ടങ്ങളാണ്. ഇനി 2 കൂടി പറഞ്ഞിട്ട് ദ്വാരക്ക, നല്ലതുപോലെ ശ്രദ്ധിക്കും. ഒന്നാമത്തത് ആത്മാക്കളുടെ ലോകം, അവിടെ 1000 കൊല്ലക്കണക്കിന് വർഷം ജീവിച്ചു. രണ്ടാമത്തത് ആലമുദ്ദുന്യ, ഭൗതികമായ ലോകം, ഇഹലോകം. ഇവിടെ 70 വർഷം വരെ, 60-70 ആയുസ്. അതിന് മുകളിൽ പോകുന്നുണ്ടവരോ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ്. ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് ആളുകളെയാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്. വളരെ ചുരുക്കം ആളുകൾ. ചിലപ്പോൾ ഈ സദസ്സിലുണ്ടാവും 70 കഴിഞ്ഞവരുണ്ടോ? ഈ സദസ്സിലുണ്ടോ? ആരുമില്ല. ഉള്ളവരെന്ന് കൈ ഉയർത്തിക്ക, നോക്കട്ടെ. 75 ഉണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലേ, ഒരു 80, 90, 100, 110, 120 ഒക്കെ ആയ വീട്ടിൽ വന്ന് എടുത്തോണ്ട് പോകും. ഗിന്നസ് ബുക്കിൽ പേരെഴുതിക്കൊണ്ട് പോകും. അമ്മച്ചിയുടെ വയസ്സിത്തറ, പാപ്പുപ്പാടെ വയസ്സിത്തറ എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് പോകും. അപ്പൊ അതിനുവേണ്ടിയാണ് അങ്ങനെ പോകുന്നത്. സാധാരണ രീതിയിൽ ഇതിനപ്പുറത്തേക്ക് പോകാറില്ല. ഇന്നിപ്പോ 2 വയസ്സുള്ളതും 1.5 വയസ്സുള്ളതും ഗർഭപാത്രത്തിൽ കടന്നുമൊക്കെ മരിക്കുന്ന കാലഘട്ടമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെടുകയാണ്. അല്ലാഹു നമ്മളെ മക്കളെയൊക്കെ സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. പരിപൂർണമായ സിഹത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സൊക്കെ എന്തിനാ ഇങ്ങനെ നടത്തുന്നത് എന്ന് ചോദിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ മറുപടി അതാണ്. മാറാവ്യാധികളിൽ നിന്ന് സംരക്ഷണം അല്ലാഹു നൽകും. അല്ലാഹുവിന്റെ ഔലിയാക്കളെ സ്മരിച്ച് അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. അപ്പൊ 4ാമത്തെ ഘട്ടം അതാണ്, ആലമുൽ ഹശ്ർ, മഹ്ശറയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 4ാമത്തെ ഘട്ടം മഹ്ശറയാണ്. മഹ്ശറ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ പെട്ടെന്നങ്ങ് കഴിയും ഒന്ന് കരുതണ്ട. മഹ്ശറ എന്തുകൊണ്ടാണ് അത് ലോകമായത്? അതൊരു വിചാരണയുടെ ഘട്ടം. അത് ലോകമാകാൻ കാരണം അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ 50,000 വർഷമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അവിടുത്തെ ഒരു ദിവസം ദുനിയാവിലെ 50,000 വർഷം, അത്രേ ഉള്ളൂ. പെട്ടെന്ന് കഴിയും. ഖുർആൻ പറഞ്ഞാണ് സൂറത്തുൽ മആരിജ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഅല സായിലുൻ ബിഅദാബിൻ വാഖിഅ ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിഅ മിനല്ലാഹി ദിൽ മആരിജ്. تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة فاصبر صبرا جميلا. في يوم
കാന മിഖ്ദാറുഹു 50000 സന. ഖുർആൻ പറയാൻ അവിടുത്തെ ഒരു ദിവസം ദുനിയാവിലെ 50000 വർഷം. എത്ര നാളത്തെ വിചാരണ പറയാൻ അങ്ങോട്ട് ചെന്നത്? എത്ര നാളത്തെയാണ്? ആകെ 100 കൊല്ലം ജീവിച്ച്. അങ്ങനെ കരുതിക്ക് അത്ര ആയുസ്. അള്ളാഹു നമുക്ക് അവന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സ് നസീബാക്കട്ടെ. ഈ 100 വർഷത്തെ വിചാരണ പറയാനാണ് മഹ്ശറിൽ പോയി നിൽക്കുന്നത്. അവിടുത്തെ ഒരു ദിവസം 50000 വർഷം. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഓരോ ഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇത് നിസ്സാരമല്ല. ഇവിടെ ദുനിയാവിൽ നീ കളിച്ചും രസിച്ചൊക്കെ പോകുമ്പോ നീ മനസ്സിലാക്കി നീ മഹ്ശറിൽ പോകാനുള്ളവനാണ്, വിചാരണ നേരിടേണ്ടവനാണ്. എന്താണ് മഹ്ശറ? ചെറുതല്ല.